come in? Yes, come in. Hello, Bhaskar. ഡാൻസ് കഴിഞ്ഞ ഉടനെ വന്ന് കാണാൻ വെയിറ്റർ പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഞാനും പറഞ്ഞയച്ചു, ഇരിക്കും. മിസ്റ്റർ ഭാസ്കർ, നിങ്ങളെ എനിക്ക് വളരെ മുമ്പേ അറിയാം. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി അലയുന്നു എന്നും അറിയാം. വളരെ വേഗം വലിയവനാകാൻ കൊതിക്കുന്ന നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളുമായി പോലും ബന്ധമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഡാൻസർ മാത്രമല്ല, ഒരു ക്രാന്തദർശി കൂടിയാണ്. ഐസ് വെക്കണ്ട. എന്നെ നോക്കൂ. ഈ നാട്ടിലെ പല കോടീശ്വരന്മാരും ഉന്നതങ്ങളിലെ വിധികർത്താക്കളും എന്റെ കടക്കണ്ണീരിൽ കാലിടറി വീഴുന്നത് സാധാരണമാണ്. അവരെല്ലാം എന്റെ കളിപ്പാവകളാണ്. ആ കോടീശ്വരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പണവും പദവും നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. പറയാം. അവരെനിക്ക് പണം തരും. പക്ഷേ വേണ്ടത് തരാൻ അവർ അശക്തരാണ്. They are all old donkeys. മിസ്റ്റർ ഭാസ്കർ, ആ ബ്രാൻഡ് എടുത്ത് കുടിക്കൂ. അത് ഞാനത് ശരി. മിസ്റ്റർ ഭാസ്കർ, എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളിലെ പുരുഷത്വമാണ്. ഇതിന് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു കാര്യം, ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം. പ്ലീസ് ഭാസ്കർ. ഭാസ്കർ, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യ സമ്മാനം ഇത് പിടിക്കും. നന്നായിട്ടുണ്ട്. ഇതെല്ലാം എവിടുന്നാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇതറിയണ്ട. നിന്നെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. മേലാൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചു പോരുത്. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ഇതുകൊണ്ട് ബ്യൂറോയിൽ വെക്ക്. ഒരു ദിവസം കൊണ്ട് ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ഭർത്താവിന് കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് സത്യസന്ധമായ അധ്വാനമാണോ എന്നാണ് അറിയേണ്ടത്. സത്യസന്ധമായ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മോഷ്ടിച്ചതല്ല. ഒരു സുന്ദരിയായ സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്നാണ് എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അല്ലല്ല, അല്ലേ അല്ല, നേവർ. ദേവി, മേലാൽ നീ എന്നെ ക്രോസ് വിസ്താരം ചെയ്യരുത്. ഞാൻ തരുന്നത് വാങ്ങി ജീവിച്ചോല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയായി. ഉപദേശിക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തുക. അല്ല, ഇന്നെന്താ ഇത്ര ഒച്ച കൂടുതൽ? ഞാനൊരു പുരുഷനാണ്. നിന്റെ ആട്ടും തുപ്പും സഹിച്ച് എനിക്ക് മതിയായി. നിന്നെ നിന്റെ ആവശ്യങ്ങൾ മാത്രമേ എന്നോട് പറയാവൂ. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടം പോലെ സമ്പാദിക്കും. ഉച്ചയ്ക്ക് ഊണിന് വന്നെന്നിരിക്കും, വന്നില്ലെന്നിരിക്കും. ഞങ്ങൾ ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഊണ് കഴിക്കുന്നത്. ആ ഡാൻസറുടെ കാര്യം ഞാൻ പുറത്തു പറയത്തില്ല. അത് പുറത്തു പറയാൻ കൊള്ളാമോ? ഭയങ്കര സീക്രട്ട് അല്ലേ, രഹസ്യം, സസ്പെൻസ്, ത്രില്ലർ. ഞാൻ പറയുന്നത് പോയി ടാക്സി പിടിച്ചുവാ. സ്വാമി, ഒരു ടാക്സി ടാക്സി വിളിച്ചൂടെ? എല്ലാ കുന്തത്തിനും ഞാൻ മാത്രമേ. അതിന് അവളെ വളച്ച് എനിക്കൊരു മാരുതി കാർ തല്ലി കൊല്ലണം. എന്നെ കൊല്ലേ. ഞാൻ പറഞ്ഞതാരും കേട്ടില്ല. തള്ളല്ലേ. താങ്ക് യു ഭാസ്കർ. ലൈറ്റിടും. ഭാസ്കർ, റിയലി യു ആർ ഹാൻസം. താങ്ക് യു സോ മച്ച്. എന്റെ ഭാര്യയും ഇങ്ങനെയാണ് പറയാറ്. സ്വർഗത്തിന് കത്തുമ്പോ പോയി കഥ തുറക്കും. ഓഹോ, ഇതാണോ പുതിയ ഇന്റർനെറ്റ്? ആലത്ത് നിൽക്ക പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച പുതിയ തൊഴിൽ. നിങ്ങളൊരു മനുഷ്യനാണോ? ദേവി, ശബ്ദിച്ചു പോരുത്. ഞാനും പണം ഉണ്ടാക്കട്ടെ. ഈ ജോലി ചെയ്തിട്ട് ആടാനും പാടാനും എനിക്കും അറിയാം. അയ്യോ ദേവി, നിങ്ങളെപ്പോലെ 10 മോടിക്കുട്ടന്മാർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇവനേക്കാൾ കൂടുതൽ ഞാൻ സമ്പാദിക്കും. പണം ഉണ്ടാക്കുന്നതിന് ഒരു അന്തസ് വേണം. നിങ്ങൾ ഇനി ഒന്നും പറയണമെന്നില്ല. ഇതാ ഇവരുടെ പണവും പണ്ടും. സോറി രാധ, ഇനി ഒരിക്കലും നിന്നെ കാണാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല.
നിന്നോട് സഹതാപമുണ്ട്. നിനക്കിഷ്ടപ്പെട്ട പുരുഷൻ നഷ്ടപ്പെട്ടതിൽ. എന്നാൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം എന്റെ ഹോട്ടലിൽ പൊന്മുട്ടയിടുന്ന ഒരു താറാവന്തി. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്നെ അവമാനപ്പെടുത്തി അവളെ പിടിച്ചുകൊണ്ടുപോയ ആ ശീലാവധി ഉണ്ടല്ലോ, അവളെ ഞാൻ നശിപ്പിച്ച് എന്റെ വെപ്പാട്ടിയാക്കും. അവൻ നിനക്ക് സ്വന്തമാകും. എന്റെ കയ്യിലെ പാവയും. പ്രോമിസ്. ആക്കനെ കാണാനായി പഴം കണ്ടോണ്ട് ചോദിച്ചാ കേട്ടോ. പുള്ളിക്കാരൻ പുറത്തു പോയി. അറിയാം, പകരം പ്രസവിക്കാൻ ഞാൻ വന്നാൽ മതിയോ? വാസ്തവം പറഞ്ഞയച്ചാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഭാര്യയൊക്കെ കാണണം. ദേവി, ദേവി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ഇങ്ങോട്ടൊന്ന് വന്നേ. ഗുരുവായൂരപ്പ, ഇങ്ങനെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഈ രാജ്യം നന്നായേനെ. നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ. ഇവരെന്റെ സുഹൃത്തുക്കൾ. സീക്കിംഗ് 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ. ഹോട്ടലിന്റെ വാർഷികം എന്താണെന്ന് അറിയാമല്ലോ. അധ്യക്ഷന്റെ ഭാര്യയെ പങ്കെടുപ്പിക്കണമെന്ന് എല്ലാവരും നിർബന്ധിക്കുന്നു. വിരോധമില്ലെങ്കിൽ അത് ചേട്ടൻ പറയാ. ഇത് അദ്ദേഹം തന്നെ തന്നുവിട്ടതാണ് അടയാളത്തിന് ഈ മോതിരം. അവിടെ നിറയെ ഫോറിനേഴ്സാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത്. എന്താ ആലോചിക്കാതിരിക്കുന്നത്? മുദ്രമോദനം കണ്ടില്ലയോ? വരങ്ങാൻ കൊണ്ട് കൊടുത്തിട്ട് ഇന്നെ തിരിച്ചറിഞ്ഞില്ലയോ? രാമായണത്തിലേ വായിരിക്കുന്നത് ഓർമ്മയായിരിക്കും. നിങ്ങൾ എത്ര കാലം ഇതിനെ ഓസിൽ വരും? അയ്യോ, ഒരു വാക്ക് ചിന്താരി. റാണി പിടി. ഞാൻ പിടിച്ചു. ഇന്ത്യക്ക് കിങ് അല്ലടി, ക്യൂൻ, അതായത് റാണി. അതെ അതെ. ഭാസ്കരോ, ദേവി അങ്ങോട്ട് വരുത്തിയിട്ട് അനിയൻ ഇങ്ങോട്ട് വന്നാൽ എങ്ങോട്ട് വരുത്തിയെന്ന്? ദേവി എവിടെ? അത് കൊള്ളാം. ഭാസ്കരൻ എവിടെയോ വലിയ സ്വീകരണമുണ്ടെന്നോ, അത് കാണാൻ ഭാര്യ നിർബന്ധമാണെന്നും മറ്റും പറഞ്ഞല്ലോ ദേവിയെ വിളിപ്പിച്ചത്. എന്ത്? ഞാൻ വിളിപ്പിച്ചെന്നോ? തന്നെ. അല്ലെങ്കിൽ പിന്നെ ഭാസ്കരന്റെ മോരും അടയാളം കാണിക്കൂ. മുദ്രമോതിരം കൊണ്ടുവന്നതേ 3 പേരാ. കാറിലാ വന്നത്. അനിയന്റെ പാർട്ടിക്കാരാ അവര്. ആരാണവർ? എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ തള്ളി. കാഴ്ചക്ക് കുഴപ്പക്കാരെല്ലാം ഒരു സിഗരറ്റ് ഞാൻ ചോദിച്ചു. ഒരു പാക്കറ്റ് അവർ തന്നു. നല്ല വരണം വരണം. ഓളാമേ, ഇരിക്കൂ. ഇതാണ് എനിക്ക് ഇന്നത്തെ രാത്രി. നല്ലൊരു പെണ്ണ് ഇവിടെ താമസിച്ചുണ്ട്. വായിക്കുന്ന സിഗരറ്റിന് വേണ്ടിയല്ലേ ആ പെണ്ണിനെ അയാളുടെ പറയാൻ. മോനെ, ദേവി ഒന്ന് ആരോ വിളിച്ചോണ്ട് പോയി. ഈ ഒരു പാക്കറ്റ് സിഗരറ്റ് ചെയ്തു. എന്റെ അനിയത്തിയുടെ ഭർത്താവ് എന്ന നിലയിൽ മാത്രമല്ല ഞാൻ നിന്നെ ഇതുവരെ കണ്ടത്. എന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനായിട്ട്. ജീവിക്കാനുള്ള പോരാട്ടത്തിൽ നീ അടിതെറ്റി വീണവനെ പോലെ തളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ ഞാൻ എന്റെ അനിയത്തിയെ ഓർത്തു പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു തെമ്മാടി അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. കൃഷ്ണകുമാറിന്റെ സഹോദരിയെയല്ല, അംബാസഡർ ജനാർദ്ദന്റെ മകളെയുമല്ല ഒരുത്തൻ കൈവച്ചത്. നിന്റെ ഭാര്യയെയാണ്. നിന്നെ സ്വീകരിക്കാൻ വേണ്ടി മറ്റു ബന്ധങ്ങൾ വലിച്ചെറിഞ്ഞ് അവളെ കണ്ണീര് കുടിപ്പിക്കുന്നത് നിന്റെ കഴിവുകേടാണ്. ജീവിക്കാൻ ആവശ്യമായ പണത്തിന് വേണ്ടി നീ പല വഴികളും തേടി. അതിലൊന്നും ശാശ്വതമായ നിലനിൽപ്പില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോടൊപ്പം നിന്നത്. അതിന്റെ എല്ലാം അനുഭവങ്ങളെങ്കിലും നിന്നെ തിരിച്ചുവെന്ന് ഞാൻ കരുതി. ഒരു നിമിഷം കൊണ്ട് നിന്നെ പണക്കാരനാക്കാനും സമൂഹത്തിൽ ഉന്നതനാക്കാനും എനിക്ക് കഴിയും. പക്ഷെ ഞാനും എന്റെ അനിയത്തിയും ആഗ്രഹിച്ചത് നീ നിന്റെ അധ്വാനം കൊണ്ട് വലിയവനാകാനാണ്. ഭാസ്കർ, ജീവിതത്തിലെ ഉയർന്ന പടികളെല്ലാം നിമിഷം കൊണ്ട് ചാടിക്കടന്നവനാണ് നീ. എന്നാൽ അവിടെ നിന്നെല്ലാം തലകുത്തി വീഴുന്ന ചരിത്രമാണ് നിനക്കുള്ളത്. എന്തുകൊണ്ട്? ആദ്യ പാഠം എന്ന നിലയിൽ നീ 1ാമത്തെ പടി ചവിട്ടിയിട്ടില്ല. അത് ചെയ്യാത്തവരാരും അവസാനത്തെ പടിയിലെത്തി വിജയം മരിച്ചിട്ടുമില്ല.
ഒന്ന് നീ മനസ്സിലാക്കും, ജീവിതം തന്നെ കടുത്തൊരു പോരാട്ടമാണ്. അപ്പോഴെല്ലാം തളരാത്ത മനസ്സും ആത്മവിശ്വാസവും കൊണ്ട് തള്ളിക്കയറുന്നവരാരും അടിതെറ്റിട്ടില്ല. ഉന്നതനായ ഒരു മനുഷ്യനെ നിന്നിൽ കണ്ട എന്റെ സഹോദരിയുടെ കണ്ണുനീർ ഇനിയും തോർന്നിട്ടില്ല. മിസ്റ്റർ ഭാസ്കർ, ഉണരൂ, ശക്തി ആർജിക്കും, അധ്വാനിക്കും. എന്നാൽ എന്നും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഏതാവത്തിലും നിനക്കെന്നെ വിശ്വസിക്കും. ഇനിയുള്ള നാളുകൾ നിന്റേതായിരിക്കും. അതിന്റെ മുതൽ മുടക്ക് നിന്റെ വിയർപ്പ് തുള്ളികളാണ്. സാറേ, നിങ്ങളാണോ? വേണ്ടാന്ന് പറയരുത്. ശരി, നിങ്ങളുടെ തലയത്തെ എങ്ങനെയാണെന്ന് നോക്കാം. ഈശ്വര, ഇന്ന് ഈ വിധത്തിൽ എന്നെ ആസ്വദിച്ചോ? ജോൺ, ഒരു ഇരുമ്പ് വ്യാപാരിയായിരുന്ന ഞാൻ ഇന്ന് ഇത്രയും വലിയ TV ഫാക്ടറിയുടെ ഉടമസ്ഥനാണ്. എന്റെ ഓരോ വിയർപ്പ് തുള്ളിയിലും വിളഞ്ഞതാണ് ഈ കാണുന്ന സ്ഥാപനം. എന്തു പറയുന്നു ജോൺ? മുതലാളി, ഇൻസ്റ്റാൾമെന്റ് വ്യവസായിയായിരുന്ന എന്നെ TV ഏജന്റാക്കി ഉയർത്തി കേരളത്തിൽ തന്നെ മുഖ്യ വ്യവസായിയാക്കിയതും നിങ്ങൾ തന്നെയല്ലേ? ആ ഉപകാരം എപ്പോഴും മറക്കാൻ കഴിയും. എനിക്ക് മണിയടി ഇഷ്ടമല്ല. വരണം വരണം. നമസ്കാരം മുതലാളി. ഇനി വരണം. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്താ പേര്? എന്റെ പേര് വിജയഭാസ്കർ. യുവജന സംഘടന നേതാവ് ഇപ്പൊ എങ്ങനെയോ വായനേറെ പ്രസംഗിച്ചിട്ട് ഇപ്പോ വണ്ടി വരികറിഞ്ഞു. ഇയാളെ നിങ്ങൾക്കറിയാമോ? ഇയാൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? യുവജന സംഘടനയുടെ നേതാവാണ്. ഇപ്പോൾ കള്ളക്കടത്ത് മുതലായത് പ്രസിദ്ധനാണ്. കുറച്ചു കാലമായി ഇയാളുടെ ഫോട്ടോ വരാത്ത പത്രമേ ഇല്ല. സച്ച് ഡേഞ്ചറസ് ഫെല്ലോ. സാർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ജീവിതം എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധോദയമുണ്ടായത്. എന്റെ വേർപ്പ് ചിന്തി അധ്വാനിച്ചു. അതിന്റെ പ്രതിഫലം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ശരി. നിങ്ങൾക്കിപ്പോൾ എന്ത് ജോലി അറിയാം? സാർ, എന്ത് ജോലിയും പരിശീലിച്ച് ചെയ്യാൻ തയ്യാറാണ്. ജോലി ഇല്ലാന്ന് മാത്രം പറയരുത്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് സാർ. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി. നിങ്ങൾക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഇവിടെ യൂണിയൻ ഉണ്ടാക്കി തൊഴിലാളികളെ നശിപ്പിക്കരുത്. കമാൺ. മുതലാളി നന്നായിരിക്കണം. വരുന്നവർക്കെല്ലാം ജോലി കൊടുക്കുന്ന മുതലാളി നന്നായിരിക്കണം. ഈശ്വര. സൂപ്പർവൈസർ. യെസ് സാർ. ഇയാൾക്ക് എന്ത് ജോലി അറിയാമെന്ന് നോക്കി ആ ജോലി കൊടുക്കും. വളരെ ഉപകാരം മുതലാളി. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം മുതലാളി. ഞാൻ നിന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എത്ര വേഗമാണ് നീ വക്സ് മാനേജറായിട്ട് ഉയർന്നത്. അധ്വാനത്തിന് വിലയുണ്ടെന്നുള്ളതിന് നീ ഒരു തെളിവാണ്. വെരി ഗുഡ്. എല്ലാം അങ്ങയുടെ ഔദാര്യം മാത്രമാണ് മുതലാളി. മോനെ, ഞാൻ നിനക്ക് ക്യാബിനറ്റ് ഉണ്ടാക്കുന്ന ഒരു സബ് കോൺട്രാക്ട് തരാൻ പോകുകയാണ്. നീ ഒരു ബിരുദധാരി ആയതുകൊണ്ട് ബാങ്ക് ലോൺ വളരെ വേഗം കിട്ടും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മുതലാളി. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. എന്റെ ഗുരുവായൂരപ്പ, ഗണപതിയെ, ലോകം പരിപാലിക്കുന്ന സർവ്വദൈവങ്ങളെ, നിങ്ങളെല്ലാം വിശ്വസിച്ച് ഞാൻ ഈ തൊഴിൽ ആരംഭിക്കുകയാണ്. ഇതിലെനിക്ക് പേരും പ്രശസ്തിയും ലഭിക്കണം. എന്റെ ഭാര്യ ജയദേവിയുടെ ആഗ്രഹം പോലെ അവളുടെ ശബ്ദം നിറവേറ്റാൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം. എന്താ ഭാസ്കര, വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണോ? മുതലാളി ആളെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? കളർ ടിവിക്കുള്ള കോണ്ടാക്ട് ജപ്പാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ കോണ്ടാക്ട് ഞാൻ നിങ്ങൾക്ക് തരാം. കൃത്യസമയത്ത് ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യണം.
ലാഭം ഉണ്ടാക്കണം. വാ നമുക്ക് പോവാം. ഇപ്പൊ